അതെ, നമ്മൾ ഒരുപാട് ദുആകൾ ചെയ്തിട്ടും അള്ളാഹു എന്താണ് ദുആ സ്വീകരിക്കാത്തത്? അത് സൈനോ അള്ളാഹ് നമ്മൾ തിരിച്ചറിയാത്തോണ്ടാ. അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അള്ളാഹ് റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാരാ? നമ്മളൊരു തെറ്റിദ്ധാരണ ഉണ്ട്, എൻ്റെ പടച്ചോൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണതൊക്കെ തരുന്നവനാണെന്നാണ്. അല്ല അല്ല അങ്ങനെയല്ല. അവൻ റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണതൊക്കെ തരുന്നവനല്ല, എനിക്കെന്താണോ ഗുണം അത് തരുന്നവനാണ്. എനിക്കെന്താണോ ഗുണം അത് തരുന്നവനാണ്. അതായത് ഇപ്പോൾ അസൈനാരുടെ കുട്ടിക്ക് തൊണ്ടവേദന ബാധിച്ചിട്ടുണ്ട്, മനസ്സിലായോ? തൊണ്ടവേദന ബാധിച്ചപ്പോൾ കുഞ്ഞ് ചോദിക്കണം, വാപ്പി എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തരുമോ? അസൈനാർ കൊടുക്കുമോ? ഇല്ല. എന്താ കൊടുക്കാത്തതിൻ്റെ കാരണം? കുഞ്ഞിന് ത്രോട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഇത് ആർക്കറിയാം? കുഞ്ഞിനറിയോ? ഇല്ല. പക്ഷെ അസൈനാർക്ക് അറിയാമല്ലോ, കാരണം അസൈനാർ കുഞ്ഞിൻ്റെ റബ്ബാണ്, അല്ലേ? കുഞ്ഞിൻ്റെ റബ്ബാണ്, അതുകൊണ്ട് അസൈനാർക്ക് അറിയാം. പക്ഷേ ഇത് കുഞ്ഞിന് തിരിച്ചറിയാൻ പറ്റില്ല. കുഞ്ഞെന്താ വിചാരിക്കണത്? ഞാനെപ്പോൾ ഐസ്ക്രീം ചോദിച്ചാലും വാപ്പി വാങ്ങിത്തരില്ല. കുഞ്ഞ് വലുതാകുമ്പോഴായിരിക്കും ഇത് തിരിച്ചറിയുന്നത്. എന്നതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല, നമുക്കെന്താണോ ഗുണം അത് തരുന്നവനാണ്. നമ്മൾ ഈ ചോദിക്കുന്നത് നമുക്ക് ഗുണമല്ല എന്ന് ആർക്കറിയാം? ഇപ്പോൾ അസൈനാർ നിരന്തരം ദ്വാരക്കാണ്, പഠിച്ചവനെ എന്നെ ഗൾഫിൽ കൊണ്ടുപോകണേ, ഗൾഫിലെത്തിക്കണേ. പക്ഷെ കുറേ നാളായിട്ടും നടക്കണില്ല. നമ്മൾ വിചാരിക്കും ഞാൻ എന്തോരം അള്ളാഹിനോട് ദ്വായിരുന്നു, മഹാന്മാരെ തവസ്സുലാക്കി, എന്നിട്ടൊന്നും പഠിച്ചവൻ എനിക്ക് അവസരം തരുന്നില്ലല്ലോ. ഇതിൻ്റെ കാരണം എത്രയേ ഉള്ളൂ, അസൈനാർക്ക് ഇപ്പോൾ അത് ഗുണമില്ല. ഗുണമാകുന്ന സമയത്ത് അള്ളാഹ് അത് തരും, കാരണം അവൻ റബ്ബാണ്. നമ്മൾ ചോദിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം നമ്മളെക്കാൾ അറിയുന്നവനാണ് ആര്? റബ്ബ്. മനസ്സിലായോ? അപ്പോൾ ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നോർത്ത് സങ്കടപ്പെടണ്ട. ഞാൻ ചോദിച്ചത് എനിക്ക് ഗുണമല്ല, ഗുണമുള്ളത് അള്ളാഹ് തരും. അതൊന്നും വേസ്റ്റ് ആക്കൂല. സെറ്റല്ലേ?